അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 5 ഞായറാഴ്ച. അതിശൈത്യം ഉത്തരേന്ത്യയിലെ ജനജീവിതത്തെ ദുസ്സഹമാകുന്നു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വ്യോമ റെയിൽ ഗതാഗതത്തെ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മൂടൽമഞ്ഞ് ബാധിച്ചു. ദില്ലി, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കാഴ്ചപരിധി 0 ചുരുങ്ങി. ഡൽഹി വിമാനത്താവളത്തിൽ 30 വിമാന സർവീസുകളാണ് ഇന്നലെ മാത്രം റദ്ദാക്കിയത്. ഡൽഹിയിൽ ഇറങ്ങേണ്ടിയിരുന്ന 15 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. 150-ലേറെ വിമാനങ്ങൾ വൈകുകയും ചെയ്തു. അമൃത്സർ, ഗുവാഹത്തി വിമാനത്താവളങ്ങളിലെയും മൂടൽമഞ്ഞ് സർവീസുകളെ ബാധിച്ചു. നിരവധി ട്രെയിനുകളും വൈകിയോടുകയാണ്. അതേസമയം ജമ്മു കാശ്മീരിൽ കനത്ത മഞ്ഞുവീഴ്ചയും മൂടൽമഞ്ഞും കാരണം സൈനിക വാഹനം റോഡിൽ നിന്ന് തെന്നി താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 സൈനികർ വീരമൃത്യു വരിച്ചു. ഹരിയാനയിലും പഞ്ചാബിലും മൂടൽമഞ്ഞ് കാഴ്ചമറച്ചിനെ തുടർന്നുണ്ടായ 2 അപകടങ്ങളിലായി 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കർഷക സമരം വീണ്ടും ശക്തമാകുന്നു. കേന്ദ്ര സർക്കാരിനെതിരായ കർഷക സമരം കൂടുതൽ വ്യാപിപ്പിക്കാനും ശക്തമാക്കാനും കർഷക സംഘടനകളുടെ തീരുമാനം. 10-ാം തീയതി രാജ്യവ്യാപകമായി മോദി സർക്കാരിന്റെ കോലം കത്തിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗം അറിയിച്ചു. ഗ്രാമങ്ങൾ തോറും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. സ്കൂൾ കായികമേളയിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിനെയും കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിനെയും പ്രതിഷേധിച്ചു എന്നതിന്റെ പേരിലാണ് അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിലക്കിയത്. പ്രതിഷേധിച്ചും പ്രതികരിച്ചും രാഷ്ട്രീയ സമരാനുഭവങ്ങളിലൂടെ കടന്നുവരികയും ചെയ്ത അങ്ങ് മന്ത്രിയായിരിക്കുമ്പോൾ പ്രതിഷേധിച്ചതിന്റെ പേരിൽ 2 സ്കൂളുകളെ വിലക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി. കലാകായിക മേളകളിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഇടത് വിദ്യാർത്ഥി സംഘടനയായ AISF സർക്കാരിന്റെ ഈ നീക്കം അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് AISF സംസ്ഥാന എക്സിക്യൂട്ടീവ് അഭിപ്രായപ്പെട്ടു. എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ പരസ്യ പ്രതിഷേധമുയർത്തിയ മലപ്പുറം, തിരുനാവായ, നാവാമുകുന്ദ, എറണാകുളം, കോതമംഗലം, മാർ ബേസിൽ എന്നീ സ്കൂളുകളെ അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിലക്കാൻ തീരുമാനിച്ച നടപടി നീതീകരിക്കാനാവില്ലെന്നും AISF വ്യക്തമാക്കി. അമ്പലങ്ങളിൽ പോകുന്നവരെ കുപ്പായം ഇടിപ്പിക്കാനും ഊരാനും നടക്കുന്ന പിണറായി വിജയന് വേറെ പണിയില്ലേ എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അമ്പലങ്ങളിൽ ഷർട്ടിട്ട് പോകുന്നതാണോ എന്നും മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രാർത്ഥനയ്ക്ക് പ്രവേശനം നൽകണമെന്ന് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു. ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ പൊതുമരാമത്ത് വകുപ്പിലെ 31 പേരെ സസ്പെൻഡ് ചെയ്തു. അനധികൃതമായി കൈപ്പറ്റിയ പണം ഇവരിൽ നിന്ന് 18% പലിശ സഹിതം തിരിച്ചുപിടിക്കും. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുമ്പോഴെല്ലാം പാണക്കാട് തങ്ങൾമാരും PK കുഞ്ഞാലിക്കുട്ടിയും സമാധാന സന്ദേശവുമായി എത്തുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ജാമിയ നൂറിയ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. RSSും BJPയും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സനാതനധർമ്മം അശ്ലീലമാണെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന ബാലിശമായ ജൽപ്പനമാണെന്നും കോടിക്കണക്കിന് വരുന്ന ഭാരതീയരെ അപമാനിച്ച നടപടിയിൽ കേസെടുക്കണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് മൃദംഗാവിഷൻ അവതരിപ്പിച്ച നൃത്തപരിപാടിയുടെ സംഘാടനത്തെ ചൊല്ലി കൊച്ചി മേയറും GCDA ചെയർമാനും തമ്മിൽ തർക്കമെന്ന് റിപ്പോർട്ടുകൾ. മൃദംഗാവിഷൻ തട്ടിപ്പുകാരാണെന്ന് താൻ കരുതുന്നില്ലെന്ന് GCDA ചെയർമാൻ പറഞ്ഞപ്പോൾ സംഘാടനത്തിൽ ഗുരുതര പിഴവെന്ന് ആവർത്തിക്കുകയാണ് മേയർ. യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പഴയകാല വീര്യം ചോർന്നെന്ന് CPM കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ DYFIക്കും SFIക്കും വിമർശനം.
ബഹുജന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് യുവാക്കളിൽ സ്വാധീനം ചെലുത്താൻ ഡിവൈഎഫ്ഐക്ക് കഴിയുന്നില്ലെന്നും SFI നേതാക്കൾക്ക് വിദ്യാർത്ഥികളോടുള്ള മനോഭാവം മൂലം ക്യാമ്പസുകളിൽ സീറ്റ് കുറയുന്നെന്നുമാണ് വിമർശനം. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഇത്രയേറെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിച്ച സംസ്ഥാന സർക്കാർ രാജ്യത്ത് വേറെ ഉണ്ടാവില്ലെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അമ്പലപ്പുഴ താലൂക്ക് കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് അമ്പലപ്പുഴ സെയിന്റ് ജോസഫ് HSSൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചോദ്യക്കടലാസിലെ ചോർന്നുള്ളൂ, ഉത്തരക്കടലാസ് ചോർന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന വി ശിവൻകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയവരെ മുക്കാലിയിൽ കെട്ടിയടിക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ചോദ്യക്കടലാസ് ചോർച്ചയിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് DCCയുടെ നേതൃത്വത്തിൽ DDE ഓഫീസിനു മുന്നിൽ നടത്തിയ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലയാള സിനിമയുടെ താരസംഘടനയ്ക്ക് അമ്മ എന്ന പേര് നൽകിയത് അന്തരിച്ച നടൻ മുരളിയാണെന്നും അതങ്ങനെ തന്നെ വേണമെന്നും AMMA എന്ന തരത്തിൽ വേണ്ടെന്നും നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി. കൊച്ചിയിൽ വെച്ച് നടന്ന അമ്മ കുടുംബസംഗമ വേദിയിലായിരുന്നു സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞത്. കൊല്ലം അഞ്ചലിൽ അലയമൺ രജനി വിലാസത്തിൽ രഞ്ജിനിയെയും 17 ദിവസം പ്രായമുള്ള ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിൽ 19 വർഷത്തിനു ശേഷം പ്രതികൾ പിടിയിൽ. അഞ്ചൽ അലയമൺ സ്വദേശി ദിവിൽ കുമാർ, കണ്ണൂർ ശ്രീകണ്ഠേശ്വരം കൈതപ്പുരം പുതുശ്ശേരി വീട്ടിൽ രാജേഷ് എന്നിവരാണ് പിടിയിലായത്. സ്നേഹത്തിലായിരുന്ന രഞ്ജിനിക്കും ദിവിൽ കുമാറിനുമുണ്ടായ ഇരട്ടക്കുട്ടികളുടെ പിതൃത്വം ഏറ്റെടുക്കണമെന്ന് രഞ്ജിനി പ്രതി ദിവിൽ കുമാറിനോട് ആവശ്യപ്പെട്ടതാണ് അരുംകൊലയ്ക്ക് കാരണം. സൈനികരായിരുന്ന 2 പേരും കൃത്യത്തിനു ശേഷം ഒളിവിലായിരുന്നു. 2006 ഫെബ്രുവരിയിലായിരുന്നു കൊലപാതകം. കഴുത്തറത്താണ് പ്രതികൾ കൃത്യം നടത്തിയത്. പോണ്ടിച്ചേരിയിൽ മറ്റൊരു വിലാസത്തിൽ താമസിച്ചു വരവെയാണ് പ്രതികളെ CBI ചെന്നൈ യൂണിറ്റ് അറസ്റ്റ് ചെയ്തത്. 2 പേരും അവിടെ സ്കൂൾ അധ്യാപകരെ വിവാഹം കഴിച്ചിരുന്നു. പാലക്കാട് വല്ലപ്പുഴയിൽ 6 ദിവസം മുമ്പ് കാണാതായ 15-കാരിയെ ഗോവയിൽ നിന്ന് കണ്ടെത്തി. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. നിലമ്പൂരിൽ നിന്ന് വിനോദയാത്ര പോയ അധ്യാപക സംഘത്തിന്റെ ഡ്രൈവറാണ് പെൺകുട്ടിയെക്കുറിച്ച് ഗോവ പോലീസിന് വിവരം നൽകിയത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. ഹൈദരാബാദിലെ മെഡ്ചലിലുള്ള CMR എഞ്ചിനീയറിംഗ് കോളേജിലെ വനിതാ ഹോസ്റ്റലിന്റെ ശുചിമുറിയിൽ ഒളിക്യാമറ കണ്ടെത്തിയ സംഭവത്തിൽ 7 പേർ കസ്റ്റഡിയിൽ. ഹോസ്റ്റൽ വാർഡൻ ഉൾപ്പെടെ 7 പേരെയാണ് ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ എടുത്തത്. മഹാരാഷ്ട്രയിൽ BJPയോട് അടുക്കാൻ ഉദ്ധവ് താക്കറെ ശ്രമിക്കുന്നതായി സൂചന. ഇതിന്റെ ഭാഗമായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രശംസിച്ചുകൊണ്ട് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ മുഖപത്രമായ സാമ്നയിൽ മുഖപ്രസംഗം പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് നക്സലൈറ്റുകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് ഫട്നാവിസിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗമാണ് സാമ്നയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തുവിട്ട് BJP. അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കാൻ BJPയിൽ നിന്നും പർവേഷ് വർമ്മയെയും ദില്ലി മുഖ്യമന്ത്രിയായ അതിഷിക്കെതിരെ മത്സരിക്കാൻ BJP മുതിർന്ന നേതാവ് രമേശ് ബിദ്രിയെയുമാണ് നിയോഗിച്ചിട്ടുള്ളത്. അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ ഇന്ന് ഇന്ത്യയിലെത്തും. ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സള്ളിവന്റെ സന്ദർശനത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരുമായുമാകും അദ്ദേഹം പ്രധാനമായും ചർച്ച നടത്തുകയെന്നാണ് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുള്ളത്. ഉഭയകക്ഷി പ്രാദേശിക ആഗോള പ്രശ്നങ്ങളിൽ വിപുലമായ ചർച്ചകൾ 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ അവതരിപ്പിച്ച് ചൈന. മണിക്കൂറിൽ 450 കിലോമീറ്റർ പിന്നിട്ട പുതിയ ട്രെയിൻ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനായി മാറിയെന്ന് ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പ് കോ അവകാശപ്പെടുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ 5ാം ടെസ്റ്റിലെ 2ാം ദിനം 15 വിക്കറ്റുകൾ വീണതിന് പിന്നാലെ സിഡ്നിയിലെ പച്ചപ്പ് നിറഞ്ഞ പിച്ചിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ. സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലേത് ടെസ്റ്റ് ക്രിക്കറ്റിന് അനുയോജ്യമായ പിച്ചല്ലെന്നും പിച്ച് കണ്ടപ്പോൾ പശുവിനെ മേയാൻ പറ്റിയതാണെന്ന് തോന്നിയെന്നും ഗവാസ്കർ തുറന്നടിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളിലൊരാളായ അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം. ഈ പുരസ്കാരം ലഭിക്കുന്ന 19 വ്യക്തികളുടെ പേരുകൾ US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലരി ക്ലിന്റൺ, ഫാഷൻ ഡിസൈനർ റാൽഫ് ലോറൻ, മുൻ പ്രതിരോധ സെക്രട്ടറി അന്തരിച്ച ആഷ്ടൺ കാർട്ടർ എന്നിവരും പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു.
ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.